നമസ്കാരം. നാരായണ മാഷാണ്, കെ കെ നാരായണ മാഷാണ് നമ്മളിൻ്റെ അടുത്ത ഒരു പുതിയ അതിഥി. അത് വളരെ അഭിമാനത്തോടു കൂടി മാഷെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മാഷ് തച്ചമ്പാറ സ്കൂളിൽ വരുന്നത് 75-ലെറ്റാണെന്നാണ് ഓർമ്മ. കാരണം ഞാൻ അന്ന് ആ സമയത്ത് പഠിക്കുന്നുണ്ടോ 8-ലെ പഠിക്കണം മാഷ് വരുന്ന സമയത്ത്. രാജമാഷും നാരായണ മാഷും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 77-ലാണ് ഞാൻ 77-78-ലാണ് ഞങ്ങൾ പോരുന്നത്. ആ സമയത്താണ് നാരായണ മാഷൊക്കെ വരുന്നത്. അപ്പോൾ മാഷ് ഇവിടെ വന്ന ആ കാലത്തുള്ള നമ്മുടെ തച്ചമ്പാറ ഇവിടെ വരാനുണ്ടായ കാര്യം എങ്ങനെയാണ്, ഇപ്പോൾ പയ്യനടുത്താണ് വന്നത്, എങ്ങനെയാണ് തച്ചമ്പാറയിൽ എത്തി, തച്ചമ്പാറ മാഷയുടെ നാട് എവിടെയായിരുന്നു, ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യണം. എന്നിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റ് ചരിത്രങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം മാഷ എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പയ്യനടുത്താണ് വീട്ടുകാരൊക്കെ. പയ്യനടം അവിടുത്തെ സ്ഥലം വിറ്റിട്ട് പയ്യനടുത്ത് വന്ന് അല്ല, അത് വീട്ടുകാര് വന്നു. ഞാൻ അവിടെ പഠിച്ചോണ്ടിരിക്കാം. 69 വീട്ടുകാര് പയ്യനടുത്തേക്ക് വന്നു. ഞാൻ 73 അവസാനാണ് വരുന്നത്. അപ്പൊ 74 മണ്ണാർക്കാട് ഒരു വിക്ടറി കോളേജ് ഉണ്ട്, ട്യൂട്ടോറിയൽ കോളേജ്. അതില് അധ്യാപകനായിട്ട് ഈ സൂര്യോടുള്ള കുട്ടൻ ആചാര്യ മാഷ് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെ മലയാളത്തിന് 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കണം. അപ്പൊ 112 കുട്ടികളായിട്ട് എന്ന് SLCക്ക് ഉണ്ട് അവിടെ. അപ്പൊ അതില് ആളില്ല, അപ്പൊ മാഷൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ മണ്ണാർക്കാട് വിക്ടറി കോളേജിൽ ക്ലാസ് എടുക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ബ്രാഞ്ച് തച്ചമ്പാറ ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസിന്റെ മദ്രസ കെട്ടിടത്തിലായിരുന്നു. അവിടെ അതെ. അപ്പൊ രാവിലെ മുതൽ ഉച്ച വരെ മണ്ണാർക്കാടും, ഉച്ച മുതൽ വൈകുന്നേരം വരെ തച്ചമ്പാറയും രണ്ടിടത്തും ക്ലാസ് എടുത്തോണ്ടിരുന്നു. അപ്പൊ തച്ചമ്പാറ വിക്ടറി ക്ലാസ് എടുക്കുമ്പോഴാണ് ആരോ നമ്മുടെ ഒരു സുഹൃത്ത്, ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ദേശബന്ധുവിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നുണ്ട്, അപ്പൊ അതൊന്ന് ചെന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം സ്കൂളിലേക്ക് ചെന്നു. അന്നിപ്പോ ആരെയും പരിചയമില്ലല്ലോ, നമുക്ക് ആരെയും പരിചയമില്ല. അപ്പൊ അവിടെ ഈ ബനിയനിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ വെള്ള ഷർട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ ബനിയനിട്ടിരിക്കുന്ന ആള് സുകുമാര മാഷാണ്, മറ്റേത് കൊച്ചമ്മ മാഷാണ്. ഇത് രണ്ടുപേരും പിന്നെ വൈകുന്നേരം വെറുതെ പുറത്തിരുന്ന് വിശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നുണ്ട്, വീട് പയ്യനടുത്താണ്. അപ്പൊ സുകുമാര മാഷ് പറഞ്ഞു, അത് മാനേജരോട് അന്വേഷിക്കൂ, മാനേജറുടെ വീട് പുറകിലാണ്, ഇതിൽ തന്നെ സ്കൂളിൻ്റെ അതിലെങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അതിൽ നമ്മൾ കയറി അവിടെ ചെന്നു. അപ്പൊ ഈ മാനേജര് ഈ ടാക്സ് ഓഫീസറാണെന്നൊന്നും നമുക്കറിയില്ല. ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല, ഉണ്ടാവുന്നുള്ള ധാരണയില്ല. അവിടെ ചെന്നപ്പോ ഇല്ല. അപ്പൊ സുരേൻ ടീച്ചറാണെന്ന് അറിയില്ല, മാനേജറുടെ ഭാര്യയാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു, അങ്ങനെ വേക്കൻസി അന്വേഷിച്ചു വന്നാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, വേക്കൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സാറ് വന്നിട്ട് നിങ്ങളൊരു ദിവസം വരൂ, എന്നിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 74 അവസാനം സാറിനെ കണ്ടു. അത് പറഞ്ഞു, ഇങ്ങനെയുണ്ട്. അത് അന്നത്തെ പോലെ RDD ആണെന്ന്, DD ഇല്ല. DO കഴിഞ്ഞാൽ RDD ഉള്ളൂ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇപ്പൊ പാലക്കാട് നേരത്തെ DD ഉണ്ട്, ഇപ്പില്ല. അല്ല, ഇപ്പൊ ഉണ്ട്, നേരത്തെ ഇല്ല. അപ്പൊ അത് അവിടെ നിന്ന് പാസ്സായി വരണം പോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഇടയ്ക്കൊന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഫോൺ സൗകര്യമൊന്നും ഇല്ല, ഒരു ഫോണും ഇല്ല. മണ്ണാർക്കാട്ടുനിന്ന് ഇങ്ങോട്ട് ബസ്സും വളരെ കുറവാണ്, ഒരു MEMS-ഉം പിന്നെ ഏതൊരു ബസ്സിന്റെ 2 ബസ്സൊക്കെ ഉള്ളൂ. ഏതാണ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. 30 പൈസയാണ് അന്ന് ടിക്കറ്റ്. എക്സർവീസ് മണ്ണാർക്കാട് ടു തച്ചമ്പാറ 30 പൈസയാണ് ടിക്കറ്റ്. അങ്ങനെ ഇങ്ങനെ അന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ആയിട്ടുണ്ട്, സാങ്ഷൻ വന്നിട്ടുണ്ട്, പോസ്റ്റ് ഉണ്ട്, 1-ലധികം പോസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങളുടെ കൂടെ ആരെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചോളൂ, പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണേലും ഒരു പോസ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഏതാണ്ട് വാക്കിൽ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി.